എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഓട്സ് കൊണ്ടുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ ധാരാളമായി ലഭിക്കുന്ന ഒന്നാണ് റോൾഡ് ഓട്സ്. അത് വെച്ചിട്ടാണ് ഞാനിന്ന് ഒരു ഫുഡ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മളതിനായി കുറച്ച് അനാർ, മാതളം എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ, അതായത് പൊമഗ്രനേറ്റ്, ഇതുപോലെ റെഡിയാക്കി വെക്കുക. നമ്മളിവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് ഈ ഓട്സ് ഇടുക. എന്നിട്ടത് ഒരു 15 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർക്കാവുന്നതാണ്. പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര മാത്രമായിട്ടും കഴിക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഉപ്പും അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. കൂടുതൽ പേരും ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളത് സ്റ്റീൽ കട്ട് ഓട്സോ അല്ലെങ്കിൽ റോൾഡ് ഓട്സോ ആണ്. ഇത് വേവാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. പക്ഷേ ഇതാണ് ഏറ്റവും ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളത്. നമ്മുടെ ഓട്സ് ഇപ്പോൾ ഏകദേശം വേവായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഓട്സിൽ കൂടെ ചേർത്ത് കഴിക്കുന്ന അനാറൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നേന്ത്രപ്പഴം കൂടി ചേർക്കുന്നുണ്ട്. അതിനുവേണ്ടി നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുക. ഓട്സ് കഴിക്കുന്നവർ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ധാരാളമുണ്ട്. പക്ഷേ അത് എങ്ങനെ ഹെൽത്തിയായി കഴിക്കാമെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ചില ഗുണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് കഴിക്കേണ്ട രീതിയും. ഞാനിവിടെ ബദാം കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലി കളയുക. എന്നിട്ട് വേണം ഇതുകൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ. ഈ രൂപത്തിൽ ഓട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡയബറ്റിക്, കൊളസ്ട്രോൾ മുതലായ പ്രോബ്ലംസൊക്കെ വളരെ കൺട്രോൾഡ് ആവുന്നതാണ്. ചിലർ ഉപ്പുമാവ് ആക്കിയിട്ടൊക്കെ ഓട്സ് ഉപയോഗിക്കാറുണ്ട്. അത് വളരെ ഹെൽത്തിയാണ്. ഇത് നമ്മുടെ ഓട്സ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർക്കുക. ഇത് ഓട്സ് ആറിയിട്ട് വേണം നേന്ത്രപ്പഴം ചേർക്കാൻ. ഇനി ഇതിലോട്ട് തന്നെ നമ്മുടെ ബദാം കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ പൊമഗ്രനേറ്റ് ചേർക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൽ ഫ്രൂട്ട്സിൻ്റെ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് പഞ്ചസാര മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ആണ് ചേർത്തിട്ടുള്ളത്. നമ്മുടെ ഹെൽത്തി ഓട്സ് റെഡി ആയി കഴിഞ്ഞു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്